ഞാനും ചേച്ചിയുടെ മോളും കൂടി ഉണ്ടല്ലോ നന്മ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു ദിവസത്തേക്കായിട്ട് മലമ്പുഴ കാണാൻ വേണ്ടി പോയായിരുന്നു കേട്ടാ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അവളും എൻ്റെ ചേച്ചിയുടെ പേര് ലീലാമ്മ എന്നാണ്. ചേച്ചിയും മോളും കൂടി പോകാനാണ് ഇരുന്നേച്ചത്. ചേച്ചിക്ക് വയ്യാഴിക വന്നു കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റാണ്ടായപ്പോൾ എല്ലാവർക്കും പറഞ്ഞു ലീലാമ്മ ഉണ്ടെങ്കിലേ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ലീലാമ്മ പറഞ്ഞു എനിക്ക് വരാൻ ഏതായാലും പറ്റൂല, എൻ്റെ അനിയത്തി ലൈലാമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി അങ്കിൾ ഒറ്റക്കാവും ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പം അങ്കിൾ പറഞ്ഞു ഇയാൾ എങ്ങും പോകില്ല, നീ വിളിച്ചോണ്ട് പോയിക്കോടി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസമല്ലല്ല, ഒരു ദിവസം പോയി കഴിഞ്ഞ് ഒരു ദിവസം അവിടെ നിൽക്കും, പിന്നെ വെളുപ്പിനൊക്കെ അല്ലേ പോണത്, പിന്നെ വരുമ്പോൾ രാത്രിയാവും, അപ്പം അന്നും വരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകും, താനിങ്ങനെ പോകാണ്ടിരുന്നാലും എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോയായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടമായത്. പോയില്ലായിരുന്നു വെച്ചെങ്കിൽ നഷ്ടമായാനെ. എന്ത് സ്നേഹമുള്ള അമ്മച്ചിമാരൊക്കെയാണെന്നറിയാമോ. എല്ലാവരുടെയും ആ ഒത്തൊരുമയുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാമായ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ലട്ടാ പാട്ടൊക്കെ പാടിയും സന്തോഷിക്കണയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വയസ്സായ അമ്മച്ചികളാണെങ്കിലും ആരൊക്കെ ആയാലും ശരി ഞങ്ങൾ ഇന്ന് പാടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത്യാവശ്യം പാട്ടൊക്കെ പാടിയായിരുന്നു. ആദ്യം എല്ലാവരും മടിഞ്ഞൊക്കെ ഇരുന്നേ, പിന്നെ ഓരോരുത്തർ പാട്ടൊക്കെ പാടിയപ്പോഴാണ് ഇത്രയും കഴിവൊക്കെ ഉള്ളവരുണ്ടായോ എന്ന് വിചാരിച്ച്. പിന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഒരു പാട്ടുകാരനായ ഒരു ചേട്ടനാണ്. അപ്പം ഞാൻ ആ പാട്ടൊക്കെ കേട്ടപ്പോൾ പറഞ്ഞ അമ്മോ യേശുദാസ് വന്നാൽ ക്ഷയിക്കാൻ്റെ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത്ര നല്ല അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്ക് പോകാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഭയങ്കരമായ വെയിൽ തലവേദനയൊക്കെ എടുക്കും, അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിക്കോ ഞാനിവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് ഞാനിവിടെ ഇരുന്ന് നല്ല ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ എന്താണെന്ന് അപ്പുറത്തൊക്കെ ഭയങ്കര വെയിലാണ്, ആ വെയിലത്ത് പോയിട്ട് നമുക്ക് തലവേദന എടുക്കും, അതുകൊണ്ടാണ് ഞാൻ അധികം പോവാഞ്ഞത്. ഞാൻ ആ തണൽ നോക്കിയിരുന്നു, അപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒത്തിരി പേരൊക്കെ അവിടെ വന്നൊക്കെ ഇരിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. ചിലവരൊക്കെ എന്നോട് വന്നിട്ടും അങ്ങോട്ടും ഡാമിൻ്റെ പൊക്കത്തേക്ക് പോകാൻ എളുപ്പ വഴി ഏതാന്നൊക്കെ ചോദിച്ചായിരുന്നു. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്, എനിക്ക് അവിടുത്തെ വഴികളൊന്നും അറിയില്ല. എങ്കിലും ഇത് ദൂരെ വന്ന ആൾക്കാരൊക്കെയാണ്, തമിഴ്നാട്ടുകാരൊക്കെയാണ് കൂടുതലും. അവർ തമിഴിൽ പറയുന്നുണ്ട്, ഹിന്ദി പറയുന്നുണ്ട്, കന്നഡ പറയുന്നുണ്ട്, അങ്ങനെ ഒത്തിരി പേര്. അപ്പം ഞാൻ വിചാരിച്ചു മലയാളികളെക്കായും കൂടുതൽ വരുന്നത് അന്യ രാജ്യത്തു നിന്നൊക്കെയാണല്ലോ വരുന്നത് എന്നൊക്കെ വിചാരിച്ചേ. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, അത്ര നല്ല മനോഹരമായ സ്ഥലമാണ്. ഭയങ്കരമായിട്ട് കാഴ്ചകളൊന്നും ഒത്തിരി കാണാനില്ലെങ്കിലും ഉള്ളത് നല്ല മനോഹരമായ സ്ഥലവും കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാമ്പിനെ കാണണ്ടേന്നൊക്കെ കുട്ടികൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ അതൊക്കെ കാണാനായിട്ട് പോയായിരുന്നേ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പാമ്പിനെ കാണുമ്പോൾ ഞാൻ ഓർക്കും പണ്ട് ഞാനിവിടെ ഞങ്ങളുടെ ഈ പുല്ല് പറിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൂട്ടത്തിൽ കൂടി ഒരു പാമ്പിനെയും പിടിച്ചായിരുന്നു. അപ്പം ഞാൻ അയ്യോ അതേ വാവാ സുരേഷിനെ പോലെ ആയല്ലോ എന്ന് വിചാരിച്ചു. സത്യത്തിൽ ഞാൻ അറിഞ്ഞു പിടിച്ചതല്ല, പേടിച്ചു പോയി കണ്ടപ്പോൾ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഈ പാമ്പിനെ കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നായിരുന്നു. പിന്നെ വീട്ടിലൊരു മലമ്പാമ്പ് വന്നായിരുന്നു, അതിനെയൊക്കെ ഞങ്ങൾ പിടിച്ചായിരുന്നു. ഞങ്ങളല്ല കേട്ടോ, ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ട് അവർ വന്ന് പിടിച്ചിട്ട് പോയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുരങ്ങന്മാരിങ്ങനെ നിൽക്കണുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ ചേച്ചിയുടെ മോള് പറഞ്ഞു ആൻറ്റിയുടെ കയ്യിരിക്കണ മൊബൈലും തട്ടിപ്പറിച്ചിട്ട് പോകൂട്ടോ ആൻറ്റി ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയാടി, ഞങ്ങൾ മുമ്പേ കൊടൈക്കനാൽ പോയപ്പോണ്ടല്ല അവിടെ പിള്ളേർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോൾ കുരങ്ങച്ചൻ വന്ന് തട്ടിപ്പറിച്ചിട്ട് പോയിടി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുണ്ടല്ലോ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടാ. എന്നാൽ നല്ല വിശപ്പുണ്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ച്. എനിക്കിരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് മണ്ണിലൊക്കെ ഞാൻ ഇരുന്നൊന്നുമില്ല, അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഒന്ന് നമുക്ക് ഇത്തിരി കൂടിയൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നായിരുന്നേ. അപ്പം ഇത്തിരി കൂടി കാഴ്ചകളൊക്കെ കാണാൻ നല്ല കാറ്റായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. ഞാൻ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല, എന്നാലും അവിടെ ഇത്തിരി സമയമൊക്കെ ഇരുന്നായിരുന്നു. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ഹനുമാൻ്റെ പൂജയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇത് നല്ല നെയ്യിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ നല്ല ചന്ദനത്തിൻ്റെയും നെയ്യിൻ്റെ
ഒക്കെ നല്ല സ്മെല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തൊരു ഭക്തിയാണ് ആളുകൾക്കൊക്കെ ഇവിടെയുള്ളവരൊക്കെ, അമ്മോ കൊള്ളാല്ലേ ഇതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കഴിഞ്ഞിട്ടും പറഞ്ഞു, അന്ന് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ മതിലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞതേ ഇങ്ങനെ നിന്ന് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കൽ എഴുതലൊക്കെ ഉണ്ട്, നേരത്തെ വന്ന ആൾക്കാരൊക്കെ എഴുതി വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ നമുക്കും എഴുതി വെക്കാമെന്നും പറഞ്ഞ് എഴുതണേനെ അവിടെ നിന്ന്. ഞാൻ എഴുതിയില്ലായിരുന്നു കേട്ടോ, ഞാൻ അവിടെ നോക്കി നിന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേ അവിടെ ഒരു മയിൽ നിൽപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. മയിൽ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറി. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഇത്തിരി കൂടെയൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു, യക്ഷീനെ കാണാനൊക്കെ പോകണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, യക്ഷിയാ, അതെന്താണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ആ യക്ഷീനെ കാണണം, ഇവിടെ വന്നവരൊക്കെ യക്ഷീനെ കാണുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അന്നെങ്കിൽ ഞാനായിട്ട് കാണാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അമ്പലത്തിലാണെന്നൊക്കെ ചോദിച്ചായിരുന്നു, പക്ഷെ നടന്നൊരു മറ്റൊരു പാലം ഉണ്ടല്ലോ, പാലം വഴിയൊക്കെ കയറിയപ്പോഴത്തേക്കും പിന്നെ ഡാമിൻ്റെ അടുത്തൊക്കെ നിന്ന് നമുക്ക് കാണാൻ പറ്റി. അപ്പുറത്തൊന്നും ഞാൻ പോയില്ലായിരുന്നു, പക്ഷേ അങ്ങനെ പോയപ്പോൾ എനിക്ക് കാണാനൊക്കെ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ച്, ഏതായാലും ഇവിടെ വന്നിട്ട് യക്ഷീനെ കണ്ടാന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ കണ്ടില്ലെന്ന് പറയണത് എങ്ങനെയാണ്, ഏതായാലും യക്ഷി എങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പോയായിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യക്ഷീനെ കണ്ടത്. അപ്പം ഞാൻ അതൊന്നും ഈ ഫോട്ടോയിൽ ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ. ആ ഒരു ചിത്രകാരന് ഭയങ്കരമായിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു അത് പിടിച്ചില്ല, ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിലിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്ത് മനോഹരമായിട്ട് ആ ശില്പം ഇതാക്കിയേക്കണമെന്ന് അറിയാമോ, എല്ലാവരും കൂടുതൽ വർണ്ണന പറയണേയിരുന്നു. എന്തിനേലും എനിക്കൊരു നാണം പോലെ തോന്നി. എന്തായാലും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.